അപ്പം അങ്ങനെ ഈ അണിമാണ്ഡവ്യൻ്റെ അവിടെ നമ്മൾ വന്ന് നിൽക്കണേ. അതെ, ശൂലത്തോടുകൂടി ജീവിച്ച് ശൂലത്തോടുകൂടി തപസ് ചെയ്ത് യമലോകത്തി എന്ന ആളാണ്. അദ്ദേഹം ചോദിച്ചപ്പോൾ യമധർമ്മം പറഞ്ഞു, അങ്ങ് ഈ ഈഷിക പുല്ലുമ്പോൾ പക്ഷികളെ കോർത്തങ്ങനെ നിർത്തി, ആ പക്ഷികളെ ദ്രോഹിച്ചിട്ടുണ്ട്, അതിനുള്ള ശിക്ഷയാണ് ഈ ശൂലത്തുമ്പോൾ കയറിയത്. ഓ ഓ ഓ ശരി, ഞാൻ എത്ര വയസ്സിലത് ചെയ്തേ? അത് തീരെ കുട്ടിയായിരിക്കുമ്പോഴാണ്. ആഹാ, അപ്പോൾ ബാലന്മാർ 12 വയസ്സ് വരെ ചെയ്യണതൊന്നും പാപമല്ല. കാരണം അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാറ് ആയിട്ടില്ല. ഇത് അങ്ങേക്ക് അറിയില്ലേ? പിന്നെ എന്തിനാണ് ഇത്രയും ഒരു ചെറിയ തെറ്റിന് എന്നെ ഇത്ര വലിയ ശിക്ഷിച്ചത്? അതുകൊണ്ട് ഞാൻ അങ്ങയെ ശപിക്കുന്നു. അങ്ങ് അല്ലയോ യമധർമ്മൻ, അല്ലെങ്കിൽ ധർമ്മരാജാവേ, അങ്ങ് ഭൂമിയിൽ ശൂദ്ര സ്ത്രീയുടെ മകനായിട്ട് ജനിക്കട്ടെ എന്ന് അണിമാണ്ഡവ്യൻ ശപിക്കുകയും അദ്ദേഹം ഇന്ന് മുതൽക്ക് ഞാനൊരു നിയമം വയ്ക്കുന്നു. മഹർഷിമാർക്കൊക്കെ പണ്ട് നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. അദ്ദേഹം ഒരു നിയമം വെച്ചു. എന്ത്? 14 വയസ്സുവരെ കുട്ടികൾ ചെയ്യുന്നതൊന്നും തെറ്റാവില്ല എന്നൊരു നിയമം അങ്ങോട്ട് വെച്ചു. അപ്പം അങ്ങനെയാണ് ഈ അണിമാണ്ഡവ്യൻ്റെ ശാപം ഹേതുവായിട്ടാണ് യമധർമ്മൻ ആരായിട്ട് ജനിച്ചത്? ധർമ്മരാജാവ് വിദുരനായിട്ട് ജനിച്ചത്. അത് ഞാൻ തുടക്കത്തിലൊരു സൂചന നൽകിയത്, മഹാഭാരതത്തിലെ കഥ എപ്പോഴും ഭൂമിയും സ്വർഗവും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. അതിലെ രാജാക്കന്മാർ മുഴുവൻ മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന മഹാഭാരത യുദ്ധം ഉണ്ടായത് തന്നെ ഭൂമിയുടെ ഭാരം തീർക്കാനാത്രേ, അല്ലാണ്ട് വെറുതെ ഒരു യുദ്ധം അങ്ങോട്ട് ഉണ്ടായതല്ല. അതിൻ്റെ കാരണങ്ങൾ ഭൂമിയിലുണ്ടായത് തന്നെയാവും. പക്ഷേ യഥാർത്ഥത്തിൽ മഹാഭാരതം സംഭവിക്കാനുള്ള കാരണം അതിലെ കഥാപാത്രങ്ങൾ മുഴുവൻ ദേവാസുരന്മാരുടെ അംശങ്ങൾ പുനർജനിച്ചതാണ്. അതിൻ്റെ ഒരു കഥ ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, പരശുരാമൻ, നമ്മൾ തുടക്കത്തിൽ ഭീഷ്മരെ സത്യവതിയോട് പറയുന്നതായിട്ട് ഈ കഥയുടെ ഒരു ലേശം കണ്ടു. പിന്നെ അതൊന്നുകൂടി വിസ്തരിച്ച് നമുക്ക് പൂർണ്ണമാക്കാം. പരശുരാമൻ തൻ്റെ അച്ഛനെ കൊന്നതിൽ കോപിച്ച് കാർത്തവീര്യാർജുനൻ, അദ്ദേഹം ഹേഹയ രാജാവ്, ക്ഷത്രിയ രാജാവാ, അസുര പ്രവൃത്തിയാണ് കൂടുതൽ. അസുരൻ എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയൊക്കെ അസുര. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, പരശുരാമന് 1000 കൈയുണ്ട്. കാർത്തവീര്യാർജുനന് 1000 കൈ പരശുരാമൻ മഴ കൊണ്ടരിഞ്ഞു. ഇടയിൽ പറയാം, നമ്മൾ പരശുരാമനിൽ നിന്നാണ് കേരളത്തിൻ്റെ ഉൽപ്പത്തി എന്നൊരു കഥയുണ്ട്. അത് അന്ധവിശ്വാസമാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയണത്. അതായത് പരശുരാമൻ കോടാലി കടലിലേക്ക് എറിഞ്ഞു, മഴു. അപ്പോൾ ആ കടലിൽ പിന്നാക്കം പോയി കേരളം ഉണ്ടായി. ഇത്ര അങ്ങനെ മറ്റേ കോടാലിയൊക്കെ കടലിലേക്ക് എറിഞ്ഞാൽ കേരളം ഉണ്ടാവുമോ? അത് ശാസ്ത്രീയമല്ല, അത് വേറെ ഐതിഹ്യം, കഥ, കെട്ടുകഥ. ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ കേരളത്തിൻ്റെ അച്ഛൻ കോടാലിയ. കാരണം അച്ഛൻ്റെ സ്വഭാവമാണല്ലോ മക്കൾക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ നമ്മൾ DNA ടെസ്റ്റ് നടത്തുന്നത്, അച്ഛൻ്റെ സ്വഭാവം, അച്ഛൻ ആരാണെന്ന് അറിയാനാണ്. എന്താ സംശയം? കേരളത്തിൻ്റെ അച്ഛൻ കോടാലിയ. എന്താ വെച്ചാൽ കേരളത്തിൽ ഒരുത്തം മറ്റൊരുത്തിന് കോടാലിയ. അതാണ്. ഒരു പാർട്ടി മറ്റേ പാർട്ടിക്ക് കോടാലി, ഒരേ പാർട്ടിയിൽ തന്നെ 2 ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോടാലി. അച്ഛൻ അമ്മയ്ക്ക് കോടാലി, അമ്മ അച്ഛന് കോടാലി. ഒരു സിനിമാക്കാരൻ മറ്റേ സിനിമക്കാരന് കോടാലി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോടാലിയ. അപ്പോൾ കോടാലി മൂലം കേരളം എന്ന് പറയുന്നതിൽ അർത്ഥം അതവിടെ നിന്നോട്ടെ. അപ്പോൾ എന്തായാലും ഈ പരശുരാമൻ മഴുകൊണ്ട് ഹേഹയ രാജാവിൻ്റെ കൈകൾ അരിഞ്ഞിട്ട് ദേഷ്യം തീരാണ്ട് 21 വട്ടം ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്തു. ക്ഷത്രിയന്മാർ ഭൂമിയിൽ ഇല്ലാണ്ടായി. ക്ഷത്രിയ സ്ത്രീകൾ ബ്രാഹ്മണരെ വിളിച്ച് സന്താനങ്ങളെ ഉണ്ടാക്കി. അവരൊക്കെ രാജാക്കന്മാരായി, ആ സന്താനങ്ങൾ. അപ്പോൾ രാജ്യം വീണ്ടും പരിപുഷ്ടമായി. വേണ്ട പോലെ രാജ്യം ഇങ്ങനെ ഭരിച്ചു തുടങ്ങിയപ്പോൾ ദേവാസുര യുദ്ധത്തിൽ സ്വർഗഭ്രഷ്ടരായി തീർന്ന, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അസുരന്മാർ ഭൂമിയിൽ വന്ന് ജനിക്കാൻ തുടങ്ങി. അപ്പോൾ ക്ഷത്രിയ സ്ത്രീകൾ ബ്രാഹ്മണരിൽ കൊണ്ടുണ്ടാക്കിയ സന്താനങ്ങൾ രാജ്യം ഭരിക്കുക. ക്ഷത്രിയന്മാർ തന്നെ, അവരാണ് ഭരിക്കുന്നത്. അസുരന്മാർ വന്ന് ജനിക്കാൻ തുടങ്ങി. കഴുതയിൽ ജനിച്ചു, കുതിരയിൽ ജനിച്ചു, മനുഷ്യ സ്ത്രീകൾ ജനിച്ചു. അസുരന്മാരുടെ ദുഷ്പ്രവൃത്തികൾ, അസുരന്മാർ ഭൂമിയിൽ നിറഞ്ഞപ്പോൾ ഭൂമിയുടെ ഭാരം കൂടി. ഭൂമി ദേവിക്ക് ഇത് താങ്ങാൻ വയ്യ. ഭൂമി ദേവിക്ക് മാത്രമല്ല, ഭൂമിയെ താങ്ങി നിർത്തുന്ന കൂർമ്മുണ്ട്, അനന്തമുണ്ട്. ഭൂമിയെ താങ്ങി നിർത്തുന്ന കഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രഹ്മാവ് ഡെപ്യൂട്ടി ചെയ്തതാണ്. ഇവർക്കൊക്കെ വയ്യാണ്ടായി. ഭൂമിക്ക് ഭാരം താങ്ങാൻ വയ്യ ഈ ദുഷ്പ്രവൃത്തിയുടെ. ഭൂമി പോയിട്ട് ബ്രഹ്മാവ് മഹാവിഷ്ണു മുതലായവരോടൊക്കെ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, എല്ലാ ദേവന്മാരും പോയിട്ട് ഭൂമിയിൽ ഓരോരോ ജന്മം എടുക്കുക. അങ്ങനെ
ജന്മെടുക്കുമ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ഞാൻ കൃഷ്ണനും ബലരാമനെയും കേട്ട് അവതരിച്ച് ഭൂഭാരം ഞാൻ തീർത്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ദുര്യോധനൻ എന്ന് പറഞ്ഞ ആൾ ശരിക്കും വാസ്തവത്തിൽ കലിയുടെ അംശാത്ര ആണത്ര. ദുര്യോധനാണ് ഏഷണി വെച്ച് മഹാഭാരത യുദ്ധത്തിന് കാരണം. ശകുനി അംശമാണ്. അതുപോലെ തന്നെ ധൃതരാഷ്ട്രൻ, ഇവരൊക്കെ ഓരോരോ അസുരന്മാരുടെയും ചീത്ത ശക്തികളുടെ അധർമ്മശക്തികളുടെയും അംശമായിട്ട് ജനിച്ചതാണ്. പാണ്ഡവന്മാരിൽ കുറേ പേർ, അത് മിക്കവാറും പേര്, ഇപ്പോൾ നമ്മളത് കഥ കാണും. ഇപ്പോൾ വിതുരൻ ജനിച്ചത് യമധർമ്മൻ്റെ അംശമായിട്ടാണ്. അതിൻ്റെ പിന്നെ ഇങ്ങനൊരു ഉദ്ദേശമുണ്ട്. ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്, ബലരാമൻ ജനിക്കുന്നത് വേറൊരു കഥ കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയുടെ ഭാരം തീർക്കണ ആവശ്യമായിട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെയ്തപ്പോൾ മഹാവിഷ്ണു തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു കറുത്ത രോമവും ഒരു വെളുത്ത രോമവും പറിച്ചിട്ടു അത്രേ. കറുത്ത രോമം കൃഷ്ണനായി, വെളുത്ത രോമം ബലരാമനായി. അങ്ങനെ കഥ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഭാരതയുദ്ധം നടന്നത് വാസ്തവത്തിൽ കുരുപാണ്ഡവ കലഹം തന്നെയാണ് അതിന് പ്രത്യക്ഷത്തിൽ കാരണം. പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അതിൻ്റെ സമാധാനം പറയാം. പ്രത്യക്ഷത്തിൽ കാരണം കുരുപാണ്ഡവ യുദ്ധം ആണ്. പക്ഷേ അവിടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം ഈ യുദ്ധത്തിൻ്റെ കാരണം ചൂതുകളി, പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തു, കൗരവന്മാർക്ക് പാണ്ഡവന്മാരോടുള്ള കുശുമ്പ്, അതൊക്കെ പറയാം, ശരിയാ. പക്ഷെ അതിൻ്റെ യഥാർത്ഥ കാരണം ഭൂഭാരം കുറയ്ക്കലാണ്. പിന്നെ അഭിമന്യു, അത് പലരും പറയുന്നൊരു കാര്യം, അഭിമന്യു എന്ന് പറയുന്ന അർജുനൻ്റെ മകൻ, സുഭദ്രയിലുണ്ടായ മകൻ 16 വയസ്സിൽ യുദ്ധത്തിൽ മരിച്ചു. പത്മവ്യൂഹം അല്ലെങ്കിൽ ചക്രവ്യൂഹം ഭേദിക്കാൻ കഴിയാതെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു എന്ന് പറയുന്ന അർജുനപുത്രൻ മരിച്ചു. അവനെ എന്തുകൊണ്ട് കൃഷ്ണൻ രക്ഷിച്ചില്ല? കൃഷ്ണൻ അർജുനൻ്റെ സുഹൃത്തല്ലേ, പാണ്ഡവന്മാരെ രക്ഷിക്കുന്നത് മുഴുവൻ കൃഷ്ണൻ അഭിമന്യുവിനെ രക്ഷിച്ചില്ല. കാരണമുണ്ട്. ദേവന്മാരാണ് ഓരോരോ ആളുകളായിട്ട് പിറന്നത് നമ്മൾ കണ്ടു. ഈ അഭിമന്യു ചന്ദ്രൻ്റെ മകൻ വർച്ചസ് എന്ന് പറയുന്ന ആളാണ്. ചന്ദ്രൻ്റെ മകൻ വർച്ചസ് ആണ് അഭിമന്യു ഇട്ട് ജനിക്കുന്നത്. അപ്പോൾ ദേവന്മാരൊക്കെ ജനിക്കാൻ തീരുമാനിച്ചപ്പോൾ ചന്ദ്രൻ പറഞ്ഞു, എൻ്റെ മകനെ ഞാൻ വിട്ടുതരില്ല, വർച്ചസ്, അവരെ ഞാൻ വിട്ടുതരാം, അസുരന്മാർ നശിക്കുന്നതും ഭൂമിയുടെ ഭാരം കുറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ മകൻ വർച്ചസ് ഭൂമിയിൽ ജനിച്ചാവൻ 16 കൊല്ലം അവിടെ ജീവിക്കുള്ളൂ. അവന് 16 വയസ്സാകുമ്പോൾ ഭൂമിയിൽ ഭയങ്കര യുദ്ധം ഉണ്ടാവും. ആ യുദ്ധത്തിൽ നരനാരായണന്മാർ, അതായത് അർജുനും മറ്റേ ശ്രീകൃഷ്ണനും ഇല്ലാത്ത അവസരത്തിൽ അവൻ പത്മവ്യൂഹത്തിൽ പ്രവേശിക്കും, ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച് ശത്രുക്കൾക്ക് ഗംഭീര നാശം ഉണ്ടാക്കും. എന്നിട്ട് അവൻ അവിടെ കൊല്ലപ്പെടും. 16 വയസ്സ് കഴിയുമ്പോൾ അവൻ എൻ്റെ അടുക്ക മടങ്ങിയെത്തും. അപ്പോൾ അഭിമന്യുവിന് 16 വയസ്സാണ് അത്ര മരിക്കുമ്പോൾ. അതിന് കാരണം ഈ ചന്ദ്രൻ്റെ ഈ നിർദ്ദേശമാണ്. 16 കൊല്ലം ഞാൻ എൻ്റെ മകനെ വിട്ടുതരുള്ളൂ, വർച്ചസിനെ. അപ്പോൾ ഇങ്ങനെ ദേവാസുരന്മാർ തമ്മിൽ മനുഷ്യരായി ജനിച്ച് ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ഉണ്ടായ യുദ്ധമാണ് വാസ്തവത്തിൽ മഹാഭാരത യുദ്ധം. അതുകൊണ്ട് അത് ഭൂമിയിലെ കഥ മാത്രമല്ല, അതിൽ സ്വർഗത്തിലെ കഥയും കൂടി ഉണ്ട് എന്നർത്ഥം. അങ്ങനെയാണ് അത് പറയാനാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. പിന്നെ അപ്പോൾ ഇവിടെ നമ്മുടെ അണിമാണ്ഡവിൻ്റെ ശാപം കൊണ്ട് യമധർമ്മൻ വിതുരനായിട്ട് ജനിച്ചു. 3 മക്കളായിപ്പോൾ. ആരൊക്കെ? വ്യാസൻ്റെ മക്കളാ. അതെ, വ്യാസൻ്റെ മക്കളാണ് ആര്? ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിതുരൻ. ഞാൻ രാജാവും. രാജാവ് ആവാനാണല്ലോ ഈ മക്കളുണ്ടായത്. ധൃതരാഷ്ട്രനെ രാജാവാക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹം അന്ധനാ. അദ്ദേഹമാണ് ആവേണ്ടത് മൂത്ത മകൻ, പക്ഷെ അന്ധനായി പോയി. വിതുരനെ രാജാവാക്കാൻ പറ്റില്ല, വിതുരൻ മഹായോഗ്യനും പണ്ഡിതനുമാണ്. വിതുരൻ ശൂദ്ര സ്ത്രീയിൽ പിറന്ന മകനാ. ശൂദ്രന്മാർക്ക് രാജ്യം കൊടുക്കില്ല, പരിപാടിയില്ല. പിന്നെ ആര് രാജാവും? പാണ്ഡുവിനെ രാജാവാക്കി അഭിഷേകം ചെയ്തു. അപ്പോൾ പാണ്ഡുവാണ് രാജാവ്. പാണ്ഡു രാജഭരണം തുടങ്ങിയപ്പോൾ പിന്നത്തെ പടി എന്താ? ജോലി കിട്ടി, രാജഭരണം തുടങ്ങി. ഇനി കല്യാണം. 3 ആളുടെ കല്യാണം നടത്തണം. ധൃതരാഷ്ട്രൻ്റെ വിവാഹം നടത്തണം, പാണ്ഡുവിൻ്റെ വിവാഹം നടത്തണം, വിതുരൻ്റെ വിവാഹം നടത്തണം. 3 ആളുടെ വിവാഹം നടത്തണം. ഇതിൻ്റെ ചുമതല വ്യാസനാ, അതാണല്ലോ കാരണവർ. അപ്പോൾ ആദ്യം ധൃതരാഷ്ട്രനാണല്ലോ മൂത്താൾ. എന്നാൽ പിന്നെ ധൃതരാഷ്ട്രന് കല്യാണം ആലോചിക്കുക എന്ന് ചോദിച്ചാൽ ആലോചിച്ച് ഓരോ വിവരങ്ങൾ. അപ്പോൾ ഭീഷ്മർക്ക് ഒരു വിവരം കിട്ടി. എന്താ വെച്ചാൽ ഗാന്ധാര ദേശത്തെ ഗാന്ധാരി, അതെ, സുബലൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ മകളാണ് ഈ ഗാന്ധാരി. കാണാം.